മാരുതി 800 2000 മോഡൽ. നിലവിൽ പേപ്പറെല്ലാം ക്ലിയറാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ്. 2011 സ്പാർക്ക്. കിലോമീറ്റർ 78,000 കിലോമീറ്റർ. 2010 സെൻ എസ്റ്റിലോ LXi ആണ്. സിംഗിൾ ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ. 2014 മോഡലാണ്. റീപ്ലേസ്മെൻ്റ് ആയിട്ടൊന്നുമില്ല. എത്ര ഓടി? 1,10,000 കിലോമീറ്റർ. 52,000 കിലോമീറ്റർ. 52. സിംഗിൾ ഓണറാണോ? അല്ല, ഓണർഷിപ്പ് 4 ഓണർഷിപ്പായി. 4 ഓണറായി. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഇച്ചിരി കുറവാണ്. വണ്ടിക്കകം കൊള്ളാം. 2005 ക്യാമറി. ഇതിപ്പോൾ ടെസ്റ്റ് പെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ ചെയ്തിട്ട് 1 കൊല്ലം ആയിട്ടേ ഉള്ളൂ. ഇനി 4 വർഷം പേപ്പർ ഉണ്ട്. 2014 ടാറ്റ സൂപ്പർ ഐസ്. CF ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടൊരു 3 മാസം ആയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഈ ഡ്രസ്സ് കാണുമ്പോൾ അറിയാമല്ലോ, ഞാനിതിപ്പം തിരുവനന്തപുരം വിട്ടിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഈഞ്ചക്കൽ ആ ഒരു പരിസരം തന്നെയാണ്. ഈഞ്ചക്കലിൽ ബെസ്റ്റ് കാസ് എന്ന് പറയുന്ന ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. ഒരു 30,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. അതായത് 800. 30,000 പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു 800 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 800 തൊട്ട് നോക്കുന്ന വണ്ടികളും ഇന്നോവ വരെ, ഇന്നോവ ക്രിസ്റ്റയാന്ന് തോന്നുന്നു, അതുവരെ നോക്കുന്ന എല്ലാത്തരം പ്രഷറും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. സ്മോൾ ബഡ്ജറ്റ് വണ്ടികൾ അത്യാവശ്യം കിടപ്പുണ്ട്. അപ്പം ചെറിയ തോതിലുള്ള, അതായത് ഇപ്പോൾ ഒരു 2 ലക്ഷത്തിനകത്തൊക്കെ നോക്കുന്ന ടൈപ്പ് ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഏറ്റവും പ്രൈസ് കുറഞ്ഞത് മാത്രമേ തിരക്കിയുള്ളൂ. അത് 30 രൂപയാണ് പറഞ്ഞത്. അത് ലാസ്റ്റ് പ്രൈസാണ്. പിന്നെ അതിലൊരു ബാർഗനിങ് ഇല്ല, കാരണം ഓൾമോസ്റ്റ് താത്തിട്ടേക്കുന്ന റേറ്റാണ്. അപ്പോൾ 30,000 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരൂ. സപ്പോർട്ട് ചെയ്യൂ. കാരണം ഞാൻ ഈ പറയുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ അങ്ങോട്ട് കയറുന്നില്ല. അഥവാ ഇനി സബ്സ്ക്രൈബർ കയറിയാൽ തന്നെ ഈ അഡീഷണൽ കയറുന്ന സബ്സ്ക്രൈബർ ആ വീഡിയോ കാണുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വ്യൂ വരുന്നില്ല. ഞാൻ ഒരുവിധം വില കുറഞ്ഞതും മീഡിയം ലെവലുള്ള എല്ലാം കാണിച്ചു തരുന്നില്ലേ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാത്തരം ആൾക്കാരും എൻ്റെ പ്രേക്ഷകരായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയുള്ളവർ കാണുമ്പോൾ എങ്ങനെയായാലും ഒരു 10K അടുത്തെങ്കിലും ഒക്കെ ഓടി വന്നില്ലേ, പിന്നെ നമ്മൾ ഈ തിരുവനന്തപുരം വരെയൊക്കെ ഓടി വന്നിട്ട് എന്ത് കാര്യം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. അവിടെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ ഓണർ വന്നിട്ടുണ്ട്, ബിജുണ്ണ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു കളക്ഷൻ? എങ്ങനെയുണ്ട്? വില കുറഞ്ഞ വണ്ടികൾ തോനെ എടുത്തിട്ട് തരുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. കഴിഞ്ഞ മാസം നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ച് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ പിന്നെ വരവ് നടന്നില്ല. ഇപ്രാവശ്യം ഞാൻ അവിടെ നിന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പറഞ്ഞ് കുറച്ച് വണ്ടിയൊക്കെ എടുത്തിട്ട് തരാൻ വളരെ ബുദ്ധിമുട്ടി മിക്കാണ്. അപ്പം 800 ഉണ്ട്. പിന്നെ വില കുറഞ്ഞ വണ്ടി ഈ നാനോയൊക്കെ എത്ര ചോദിക്കുന്നത്? നാനോ നമുക്ക് 52 രൂപ. ലാസ്റ്റ് പ്രൈസ് പറയാം. 52 രൂപ ലാസ്റ്റ് പ്രൈസ്. 50 രൂപ കൊടുക്കാം. 50 രൂപ ഈ ലാസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു തരുന്നത്. പിന്നെ ബാർഗൈനിങ് ഇല്ല കേട്ടോ, ലാസ്റ്റ് പ്രൈസാണ് അത്. ആ കിടക്കുന്ന എസ്റ്റിലോ റീടെസ്റ്റ് അടുത്ത വർഷം ഫസ്റ്റാണ് വരുന്നത്. ഈ പ്രസന്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1,35,000 രൂപ കൊടുക്കാം. ഏത് വർഷം മോഡൽ? 2010 സിംഗിൾ ഓണർ, 70,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? 1,35. ലോൺ കിട്ടത്തില്ല. അതിന് കിട്ടത്തില്ല. ഓക്കെ, അത് നമുക്ക് പറയാം. ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാ? അത് പറയും. ഈഞ്ചക്കില് ജംഗ്ഷനിൽ നിന്നൊരു 1/2 കിലോമീറ്ററില്ല, ഒരു 3-4 ഒരു അടയാളം പറയാം. ശ്രീകണ്ഠേശ്വര ശിവക്ഷേത്രം അതിൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ അങ്ങോട്ട് നോക്കാം. മാരുതി 800 2000 മോഡൽ. നിലവിൽ പേപ്പറെല്ലാം ക്ലിയറാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ടയേഴ്സാണോ? ടയർ 2-3 ഒക്കെ ആയിട്ടുണ്ടാവും, മാറിയിട്ടുണ്ടാവും. അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ടയറുണ്ട്. എത്ര കിലോമീറ്റർ ഓടി? 51,000 കിലോമീറ്റർ. ജെന്യൂനാണോ അത് അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ, അറിയില്ല. ഇത് 1,00,000 കിലോമീറ്റർ കഴിഞ്ഞാലും അടുത്ത 0-യിലല്ലേ വരുന്നത്. അതെ. ഇത് AC ആണോ? AC അല്ല, നോൺ AC ആണ്. കാർബേറ്റർ ആണോ? കാർബേറ്റർ. ഓക്കെ, വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം പഠിക്കുന്നവർക്കൊക്കെ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ നടക്കാം. ഇതൊരു ഫാമിലി യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഉപയോഗിക്കാം, ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ടയേഴ്സ് കൊള്ളാം കേട്ടോ, നല്ല ടയേഴ്സ്. 4 ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് അകമാണെങ്കിൽ തുറന്ന് നോക്കാം, വേറെ
മേജറായിട്ടുള്ള ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. മേജറായിട്ടും പറ്റിയിട്ടില്ല, മൈനറായിട്ടും പറ്റിയിട്ടില്ല. പക്ഷേ ഗ്ലാസ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അപ്രോൺ സൈഡ് അപ്രോണൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നീറ്റായിട്ടിരിക്കുക. അത്യാവശ്യം നല്ലൊരു ബാറ്ററി വെച്ചിട്ടുണ്ട്. ക്രോസ് ബാർ ഒന്നും പൊട്ടിയില്ലല്ലോ? ഒന്നും പൊട്ടിയില്ല. ഈ സൈഡ് അപ്രോൺ സൈഡ് കാര്യങ്ങളൊക്കെ നീറ്റാണ്. വണ്ടിക്ക് ഒക്കെ നീറ്റാണ്. 30 രൂപ അല്ലേ? 30 ലാസ്റ്റ് പ്രൈസ് അല്ലേ ഇത്? ഫൈനലായിട്ടുള്ള പ്രൈസാണ്. ഇനി വിളിച്ചിട്ട് കുറയ്ക്കാൻ പറയില്ല. ഈ വണ്ടിക്ക് കുറയ്ക്കാൻ വേണ്ടി പറയരുത്. എനിക്ക് എന്തെങ്കിലും കിട്ടണം. അടുത്ത് 2010 സെൻ എസ്റ്റിലോ LXi ആണ്. സിംഗിൾ ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ. 70 ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസാണ്. ഗവൺമെന്റ് എംപ്ലോയി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അധികം ഓടിയിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൊള്ളാം, വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതാണ് ഡോറ് തുറന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. വണ്ടിക്കകമൊക്കെ നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. 2 ഡോർ പവറിൻ്റെ ആണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ല നീറ്റ്നെസ് ഉണ്ട്. സീറ്റ് കവേഴ്സ് ബാക്കും ഒക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. AC ഒക്കെ പക്കയല്ലേ? AC എല്ലാം പക്കയാണ്. AC പവർ വിൻഡോ എല്ലാം ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. ഒരു കുഴപ്പമില്ല. എൻജിൻ സൈഡൊക്കെയോ? എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ. ഒരു ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി എടുക്കുന്ന അതേ ഫീലിങ്സ് ഉണ്ടാവും. ടയേഴ്സൊക്കെ കൊള്ളാം. വണ്ടി റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. റീപെയിന്റ് കയറിയിട്ടുണ്ടോ? ഗ്ലാസ് ഇപ്പൊ ടെസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ പമ്പറിന്റെ സൈഡൊക്കെ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ്. റീടച്ച് ചെയ്തുകൊണ്ടും കൂടി ആവാം. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ്, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഡോസൊക്കെ തുറക്കുമ്പോഴായാലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ അലന്ന വണ്ടിയല്ല എന്ന് ഒരു ഉറപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 1,35,000 രൂപയുള്ളൂ. ലാസ്റ്റ് പ്രൈസ് പറ. അതിനകത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. കസ്റ്റമർ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്യാം. 2011 സ്പാർക്ക്. എന്തോ കിലോമീറ്റർ 78,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ബാക്ക് ടയർ മൊട്ടയാണല്ലോ? ബാക്ക് ടയർ മൊട്ടയാണ്. ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ബാക്ക് ടയർ മാറുമോ? മാറണമെങ്കിൽ മാറി കൊടുക്കാം നമുക്ക്. ഇപ്പം നിലവിൽ കാണുന്ന കണ്ടീഷനിലുള്ള വിലയാണ് പറയുന്നത്. മാറി തരണമെങ്കിൽ അതിൻ്റെ ഒരു പേയ്മെന്റ് ആവും. ചെറിയ വ്യത്യാസം കൂടെ വരും. അല്ലെങ്കിൽ നിങ്ങൾ മാറുക എന്നുള്ളതാണ്. ഓക്കെ. സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2011 മോഡൽ വരുന്നത്. 4 ഡോർ പവറിന്റെ. അതെ LT ആണ്. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ. മൈലേജ് ഒരു 16-18 ആ റേഞ്ച് വരും. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. ആ ചെറിയ ബാക്കിൽ ഡിക്കിയിൽ ചെറിയ ഡാമേജ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതാണ് ഈ സൈഡ് ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ട്. അതല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 80 രൂപ കൊടുക്കാം. 80 രൂപ. ലാസ്റ്റ് 2011 മോഡൽ. ലാസ്റ്റ് പ്രൈസ് ആണോ അതോ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ചെയ്യാം? അപ്പോൾ ഒരു 78 എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ വരാം. 2014 മോഡലാണ്. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. എത്ര ഓടി? 1,10,000 കിലോമീറ്റർ. 1,00,000 കഴിഞ്ഞ്. ഡീസൽ പെട്രോളാണ്. ടയേഴ്സ് പുതുതായിട്ട് മാറിയിട്ടാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ ആണല്ലേ? 4 ഡോർ പവർ വിൻഡോ. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം കാണാനൊക്കെ നല്ല വൃത്തിയാണ്. ബാക്ക് സൈഡ് നോക്കട്ടെ. ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. റീപെയിന്റ് കയറിയിട്ടുണ്ട് ചേട്ടാ? ഇതും ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്ത് ഇപ്പോൾ ഫുള്ള് പോളിഷ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ. ചെയ്തിട്ടൊക്കെയാണ്. ഫുൾ പെയിന്റ് ആയിട്ട് ചെയ്തിട്ടില്ല. ചെറിയ ഉള്ളടം മാത്രമല്ല. ചെറിയ ഒരച്ചിലൊക്കെ ഉണ്ടായിരുന്നത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഏത് വർഷമായിരുന്നു? 2014. എത്ര ചോദിക്കുന്നത്? 380. എന്തെങ്കിലുമൊക്കെ കുറയുമോ? ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഫ്രണ്ട് ടയറൊക്കെ നല്ല ടയറാണ്. 25,000 രൂപ ഉള്ളവർക്ക് നമുക്ക് കൊടുക്കാം. 3.5 ലക്ഷം രൂപ 360 വരെയൊക്കെ ലോണ് കയറും. 25,000 രൂപ ഉള്ളവർക്ക് വണ്ടി നമുക്ക് കൊടുക്കാം. 2001 മോഡല്. 28 വരെ പേപ്പർ ക്ലിയർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. 3 വർഷം കൂടി പേപ്പർ ഉണ്ട്. 3 വർഷം പേപ്പർ ഉണ്ട്. ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്.
2 ഡോർ പവർ വിൻഡ് ആണല്ലേ? ഓ VXI ആണ്. ഈ AC-യും എൻജിനും ഒക്കെ നല്ലതാണോ? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ AC കുഴപ്പമില്ലെന്നാണോ, എൻജിൻ കുഴപ്പമില്ലെന്നാണോ? എൻജിൻ കുഴപ്പമില്ല, AC അല്പം കൂളിംഗ് കുറവുണ്ട്. ഓക്കെ. ടയർ മൊട്ടയാണ് ബാക്ക് സൈഡ് ടയർ മൊട്ട. ടയറിന്റെ പൈസ നമുക്ക് കുറച്ച് കൊടുക്കാം. ഫ്രണ്ട് കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. അപ്രോൺ സൈഡ് കാര്യങ്ങളോ? അങ്ങനെയൊന്നുമില്ല. മേജർ ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടില്ല. വല്ലതും വന്ന് വീഴി അങ്ങനെ വല്ലാണോ? നോക്കട്ടെ. ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണറ്റ് മാറ്റിയിട്ടുണ്ട്. അഫ്രോൺ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്രോസ് ബാറോ? ഒന്നും മാറിയിട്ടില്ല. അഴുക്ക് പിടിച്ചിരിക്കണമെന്നേ ഉള്ളൂ. ആ സൈഡും വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ. ബോണറ്റ് മാറി എന്നുള്ളതേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 62 രൂപ കൊടുക്കാം. എത്ര? 62. 62,000. 2018-19 രജിസ്ട്രേഷൻ. സ്വിഫ്റ്റ് ഡിസയർ ഡീസലാണ്. ZDI ആണ്. ZDI എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് പുഷ് ബട്ടൺ ഒക്കെ വരുന്ന മോഡലാണ്. എത്ര ഓടിയേ? 90,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുണ്ട്. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തി ഇരിപ്പുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ വണ്ടി കാണാൻ നല്ല വൃത്തി. ബാക്ക് സൈഡും ഒക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വണ്ടി 90 ഓടിയെങ്കിലും അങ്ങ് അലന്നു പോയിട്ടില്ല അല്ലേ? ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടി ആകുമ്പോൾ ഓട്ടം ഉള്ളവരാണ് ഡീസൽ എടുക്കുന്നത്. അല്ല, എന്നാലും അലന്നു പോയില്ല. വണ്ടി കാണാനാണെങ്കിലും നമ്മൾ ഈ ഡോറൊക്കെ അടയ്ക്കുന്ന ഒരു രീതി വെച്ചാണെങ്കിലേ പുതിയ വണ്ടിയുടെ ഒരു വണ്ടിയുടെ ഒരു ഇതുണ്ട്. കുഴപ്പമില്ല. വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഒരു ചെറിയ ബെൻഡുണ്ട് ഇവിടെ, ഒരു ചെറിയൊരു ബെൻഡുണ്ട്. കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞില്ല. ചെറിയൊരു ബെൻഡ്, ചെറു. എത്ര ചോദിക്കുന്നത്? ഇത് 635. അയ്യോ, ഇറങ്ങിയ സമയത്ത് എത്ര ഉണ്ട്? ഇത് 9 രൂപയ്ക്ക് മേളിൽ വില വരും. എന്നാലും 90 ഓടിയില്ലേ? 90 ഓടി. അപ്പോൾ അതിന് ഇത്രയും വില ഉണ്ടോ? അതിനകത്ത് വില കുറച്ചല്ലേ ചോദിച്ചിരിക്കുന്നത്? ഉറപ്പന്നെ? പുറത്ത് തിരക്കിട്ട് വന്നാൽ മതി, അപ്പോഴത്തേക്ക് അറിയാൻ പറ്റും. 5 ടയർ പുതിയതാണ്. ഓക്കെ. എല്ലാം മാറ്റിയതല്ലേ? എല്ലാം സ്റ്റെപ്പിന് ഉൾപ്പെടെ പുതിയ ടയറാണ്. 2018. ഇത് 19 രജിസ്ട്രേഷനാണ്. ഡിസംബർ ഡീസലാണ്. 2018 ഡിസംബർ അല്ല, 2018 19 രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. 19 മൂന്നാം മാസം. സിംഗിൾ ഓണറാണ്. ഡീസലാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതും 90 ഓടിയിട്ടുണ്ട്. വില അപ്പോൾ അതിനെ പോലെ ആയിരിക്കുമോ? ഇല്ല, ഇത് വില കുറവുണ്ട്. ഇത് 5,70,000 രൂപ കൊടുക്കും. ഓക്കെ. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ട്. നമുക്ക് 5.5 മേളിൽ വേണമെങ്കിൽ ലോൺ വേണമെങ്കിൽ ചെയ്യാം. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാ ടയറും മാറിയതാണോ? എല്ലാം മാറിയതാണ്. എല്ലാ ടയറും നല്ല പുത്തൻ ടയറുകളാണ് കിടക്കുന്നത്. റീപ്ലേസ് ഒന്നുമില്ല. 5.5. 5.70. 5.5 വരെ ലോൺ കിട്ടും. 5.5 വരെ ലോൺ കിട്ടും. 20,000 രൂപ എടുക്കാം. 5 വർഷം ലോൺ സൗകര്യം കാര്യമൊക്കെ ഉണ്ടാവും. നല്ല പ്രൊഫൈലൊക്കെ ഉള്ള ഒരാൾ വന്നാൽ കിട്ടും. 2011 മോഡല് ഓൾട്ടോ കേട്ടൺ LXI ആണ്. 61,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഫ്രണ്ട് സിംഗിൾ ഓണറാണ്. കമ്പനി സർവീസ് ആണ്. ബാക്ക് ടയർ മൊട്ടയാണല്ലോ. മാറി കൊടുക്കുമോ? നമ്മൾ ഇപ്പം നിലവിൽ കാണുന്ന കണ്ടീഷനിലുള്ള വിലയൊക്കെയാണ് പറയുന്നത്. മാറണമെങ്കിൽ മാറ്റാം. പണി നടക്കുവാണോ വണ്ടിയുടെ? കുറച്ച് പെയിന്റിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ഉരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പണി നടക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. പവർ വിൻഡോ ഉണ്ടോ? ഇല്ല. LXI ആണ്. ബാക്ക് സൈഡൊക്കെ കൊള്ളാം, പക്ഷെ പണി നടക്കുകയാണ് കേട്ടോ. അതിൻ്റെതായ ഒരു വൃത്തിയേട് കാണും. വരുമ്പോൾ വൃത്തിയാക്കി പോളിഷ് ചെയ്ത് കൊടുക്കും. ഇവിടെ ലാമ്പൊക്കെ പുതിയത് മാറി, ഇതെല്ലാം മാറി വൃത്തിയാക്കിയാണ് കൊടുക്കുന്നത്. 2 സൈഡും മാറുന്നുണ്ട്. നമ്മൾ എങ്ങനെ ഇരിക്കുന്നത് അതേപോലെ നീറ്റാക്കി കൊടുക്കും. പെയിന്റ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി പെയിന്റ് തന്നെയാണോ അതോ? ചെയ്യുന്നത് നല്ല ക്വാളിറ്റി പെയിന്റ് തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ടെസ്റ്റിന് വേണ്ടിയുള്ള ഒരു പെയിന്റ്? ഇല്ല. ഇത് ടെസ്റ്റ് ടൈം ആയില്ല. ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നീറ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഏത് വർഷമാണ്? ഇത് 2011 മോഡല്. 11 മോഡല്. എത്ര ചോദിക്കുന്നത്? ഇത് 1.65 കൊടുക്കും. 1.65. പണിയെല്ലാം നീറ്റാക്കി. 2012 നാനോ
AC ഉള്ള മോഡലാണ്. AC കൂളിംഗ് കുറവുണ്ട്. ടയർ മോശമാണ്. ഫ്രണ്ട് ടയർ മാറേണ്ടി വരും. ബാക്ക് ടയർ നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. കട്ട ടയറൊന്നുമല്ല, നല്ല ടയർ കിടക്കുന്നത്. 52,000 കിലോമീറ്റർ. 52. സിംഗിൾ ഓണറാണോ? അല്ല, ഓണർഷിപ്പ് 4 ഓണർഷിപ്പായി. 4 ഓണറായി. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഇച്ചിരി കുറവാണ്. വണ്ടിക്കകം കൊള്ളാം. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്ക് ടയർ കാര്യങ്ങളൊക്കെ കൊള്ളാം. നല്ല ടയേഴ്സാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒന്നുമില്ല. ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്നിട്ട് അരമണിക്കൂറായിട്ടേ ഉള്ളൂ. ഇല്ല, റീപ്ലേസ്മെൻ്റ് ആയിട്ടൊന്നുമില്ല. ഇച്ചിരി പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിടപ്പുണ്ടല്ലേ? പെയിൻറ്റിങ് വർക്കിൻ്റെ ഉണ്ട്. പിന്നെ 2 ടയർ മാറേണ്ടി വരും. AC കൂളിംഗ് കുറവുണ്ട്. എത്ര ചോദിക്കുന്നത്? 50 രൂപ കൊടുക്കാം. 50 രൂപ. 50 രൂപ. 50 രൂപ. 35 രൂപ, 78 രൂപ, 50 രൂപ തുടങ്ങിയ തുകകളിൽ കിടക്കുന്ന വണ്ടികളാണ് ഇത്തവണ നമ്മളെ കിടക്കുന്നത്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ള കസ്റ്റമർ ആണെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 50 ഇല്ല, 45, 48 തുടങ്ങിയ രീതിയിലുള്ള വണ്ടി. 2005 ക്യാമറി. ഇതിപ്പോൾ ടെസ്റ്റ് പെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ ചെയ്തിട്ട് 1 കൊല്ലം ആയിട്ടേ ഉള്ളൂ. ഇനി 4 വർഷം പേപ്പർ ഉണ്ട്. 1,26,000 കിലോമീറ്റർ ഓടി. ഡീസലാ? ഇല്ല, പെട്രോളാണ്. മൈലേജ് എന്തോ കിട്ടും ഈ വണ്ടിക്ക്? മൈലേജ് നോക്കി ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാലൊരു 14 ആ റേഞ്ച് അത്രയും കിട്ടും. സീറ്റ് കവർ ആ സൈഡ്. ഇത് കമ്പനി വന്നപ്പോഴത്തേക്കേ ഉള്ള ലെതർ സീറ്റാണ്. രണ്ടാമതും ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു മുഷിച്ചിലുണ്ട്. അതെ, അതിൻ്റെ മുഷിൽ അത് കാണാനുണ്ട്. എന്നാലും അങ്ങ് വെറും മോശമല്ല, അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ തന്നെയാണ് വണ്ടിക്ക് അങ്ങ് കിടക്കുന്നത്. ഒരു റീപ്ലേസ്മെൻറ്റോ ഒരു ആക്സിഡൻറ്റോ ഒന്നും പറ്റിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. ബാക്ക് സൈഡ് നോക്കി, ബാക്ക് സൈഡ് സീറ്റൊക്കെ നല്ല രീതിക്ക് തന്നെ ഇരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഡോറൊക്കെ നല്ല ടൈറ്റ്. ഇപ്പോഴും ഡോറിൻ്റെ ക്വാളിറ്റിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഒരു ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ചോദ്യം എത്ര? ചോദ്യം ഇത് നമുക്ക് 2,80,000 രൂപ കൊടുക്കാം. 2,80,000 എന്തെങ്കിലും കുറയുമോ? കുറച്ച് കൊടുക്കാം. താല്പര്യമുള്ള കസ്റ്റമർ വരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നിങ്ങൾ വീഡിയോയിൽ കുറച്ച് പറയൂ. എന്നാലും 50 രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു വരുമ്പോഴത്തേക്ക് ഒരു സംസാരം വരുമല്ലോ. ഉണ്ടാവും. അപ്പൊ നമുക്ക് പറയാലോ. ഇത് നമ്മൾ അത്ര താല്പര്യമുള്ള ഒരു കസ്റ്റമർ വരുമ്പോഴത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലാണ്. എന്നാലും ഏകദേശം എത്ര കൊടുക്കും? ഇല്ല, അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ എടുക്കാൻ വേണ്ടി ഒരു കസ്റ്റമർ വില്ലിംഗ് ആയിട്ട് വന്നാൽ നമുക്ക് അതിന്റെ ഓണറുമായിട്ട് സംസാരിച്ച് മാക്സിമം കുറച്ച് വാങ്ങിച്ചു കൊടുക്കാം. 2017 ഇന്നോവ ക്രിസ്റ്റ രജിസ്ട്രേഷനാണ്. റീ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 1,01,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വിശ്വസനീയമായ കിലോമീറ്റർ ആണോ? ആ, ഗ്യാരണ്ടി. സർവീസ് ടയോട്ടയിൽ ചെക്ക് ചെയ്യാം. ഹിസ്റ്ററി നമ്മളെ കയ്യിൽ ഇരിപ്പുണ്ട്. വണ്ടി കൊണ്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ടയോട്ടയിൽ കൊണ്ടുപോയി. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇത് ഏതാ വേരിയന്റ്? GX ആണ്. എന്ന് പറയുമ്പോൾ ടോപ്പാണോ? ഇല്ല, ബേസ് ആണ്. ഓക്കെ, ബേസ് വേരിയൻ്റ് ആണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വണ്ടിക്കകം അത്യാവശ്യം നല്ല നീറ്റ് തന്നെയാണ്. വേറെ വൃത്തിയേട് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡും അത്യാവശ്യം കൊള്ളാം. അത്യാവശ്യം കൊള്ളാമല്ല, നല്ല വൃത്തിയുണ്ട്. ഇത് മൈലേജ് എന്തോ കിട്ടുകയാണോ? മൈലേജ് 12. ഓക്കെ, 4 ഡോർ പവറിൻ്റെ ആണല്ലേ? 4 ഡോർ. അലോയ് വീൽസ് ആണെങ്കിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടായതുകൊണ്ട് നല്ല ടയറും ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഈ റീപ്ലേസ് ഇല്ലെന്നുള്ളതൊക്കെ ഉറപ്പാണ്. കമ്പനി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അല്ല, അതർ സ്റ്റേറ്റ് വണ്ടിയല്ലേ? അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യം? നമുക്ക് 15.5 ലക്ഷം രൂപയ്ക്ക് ഇവിടെ കേരള രജിസ്ട്രേഷൻ ആക്കി കൊടുക്കാം. 15.5. അതിനകത്ത് 12 ലക്ഷം 13 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് ലോണും മേടിക്കാം. ഇതിപ്പം ഒരു കേരള വണ്ടി ആയിരുന്നെങ്കിൽ എത്ര ചോദിക്കും? കേരള വണ്ടിയാണെന്ന് ഒരു 17 രൂപ 17.5 രൂപ ആ റേഞ്ച് വരും. ഇതിപ്പോ ഈ 15.5 ലക്ഷത്തിലുള്ള കേരള രജിസ്ട്രേഷൻ ആക്കി കൊടുക്കുന്നതൊക്കെ ഈ എമൗണ്ടിൽ തന്നെയാണ്. ഏകദേശം 1,70,000 ചിലവ് നമുക്ക് ഇതിനകത്ത് വരും. 2014 ടാറ്റ സൂപ്പർ റൈസ് CF ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടൊരു 3 മാസം ആയിട്ടുള്ളൂ. 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,18,000. ഇതിൻ്റെ മേജർ പരിപാടികളെല്ലാം കഴിഞ്ഞിടക്കാണോ? കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലാണ്.
നമുക്കറിയത്തില്ല. അറിയത്തില്ല. വണ്ടിക്കകം കുഴപ്പമില്ല, ഒരുപാട് സംഭവമൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ കുഴപ്പമില്ല. റീപെയിൻറ്റും കാര്യമൊക്കെ ചെയ്തിട്ടേക്കോ? ടെസ്റ്റ് ചെയ്ത് 1 ഇയർ ടെസ്റ്റ് ചെയ്യണ വണ്ടിയല്ലേ, അപ്പോൾ എന്തായാലും പെയിൻറ്റ് ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ല. ടയറൊക്കെ ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഒരു 3 മാസമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞിട്ട് 3 മാസം. 3 മാസമായിട്ട് ഒരു 9 മാസത്തോളം ഉണ്ട് ബാലൻസ്. എത്ര ചോദിക്കുന്നത്? 1.45. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ തന്നെയല്ലേ? കിലോമീറ്റർ 1,18,000 കാണിക്കുന്നുണ്ട്. ഇത് പാർക്ക് ആൻഡ് സെയിലല്ലേ? പാർക്ക് ആൻഡ് സെയിലാണ്. 2012 ZXi ആണ്. സ്വിഫ്റ്റ് ZXi 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിങ്ങളെല്ലാം നല്ല ഓട്ടം ഉണ്ട്. ഓട്ടം ഇത് ഓടുന്ന കിലോമീറ്റർ നമ്മളെ വണ്ടി അതേ തന്നെ ഉണ്ടാവും. നമ്മളൊന്നും കുറയ്ക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ? ഓക്കെ. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫോർഡോ പവർ വിൻഡാണ്, മാനുവലാണ്, നല്ലൊരു 5 വീലും അലോയ്സ് വരുന്ന മോഡലാണ്. സ്റ്റെപ്പിനി അടക്കാം. അതെ. ഓക്കെ. നല്ല അലോയ് വീൽസ്, ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ്, കാര്യം ആവറേജും ഫ്രണ്ട് ആവറേജ് കൂടുതലും ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നും. എത്ര ചോദിക്കുന്നത്? ഇത് 3.40 കൊടുക്കാം. ഏത് വർഷമായിരുന്നു? 2012. അതെന്ത് പറ്റി 3.40 വരെ? ഇത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. അതുകൊണ്ടോ? 90 ഓടിയില്ല. എന്നാലും 90 ഓടി കമ്പനി സർവീസാണ്. കമ്പനി സർവീസ് ആണെങ്കിൽ എന്തെങ്കിലും കുറയൂ? ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. ചെറിയ തോതി. ഓക്കെ. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് ലോണ് 12 ആയതുകൊണ്ട് ഒരു 3 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷവും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 30,000 രൂപ തൊട്ട് ഒരു 78, 46 അല്ലെങ്കിൽ 48 എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വണ്ടികൾ വരെ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി പേഴ്സണലി ബാക്കി വണ്ടികളെല്ലാം കൊള്ളാം, പക്ഷേ എന്നാലും ഇച്ചിരി പഴയ വണ്ടി ഒതുക്കത്തിൽ വരുന്നു, നല്ല പണിയെടുത്ത് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത വണ്ടിയാണ് എസ്റ്റിലോ. അത് കൊള്ളാം, നല്ല വണ്ടി കേട്ടോ. എൻജിൻ സൈഡൊക്കെ നിങ്ങൾ വന്നിട്ട് നോക്കണം കേട്ടോ. പക്ഷേ അല്ലാതെ അതിൻ്റെ ഡോറൊക്കെ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഉള്ളൊരു ഫീലൊക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് ഒരു അങ്ങ് നല്ല ഒരുപാട് കൈമറിഞ്ഞ് ഓടിയ വണ്ടി അല്ലാത്തൊരു ഫീൽ എനിക്ക് കിട്ടി. അപ്പോൾ ഇനി ഇത് എടുക്കാൻ താല്പര്യപ്പെടുന്നവർ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫീൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ വണ്ടികൾ വന്ന് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങൾ ഇന്ന ഷോപ്പിൽ നിന്ന് ഇന്ന വണ്ടി എടുത്തു എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആരും പറയാനില്ല. ഈഞ്ചോളയിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. പക്ഷേ ഈ പോകുന്നവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെന്നുള്ളതല്ലാതെയും എൻ്റെ വീട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതല്ല, എന്നെ ഒന്ന് സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷം ആയിക്കോട്ടെ അതുകൊണ്ട് ജസ്റ്റ് ഒരു കമൻ്റ് ആയിട്ട് മോനെടാ ഇവിടെ വന്ന് എടുത്തിട്ടുണ്ടാ എന്നൊന്ന് പറയാൻ ഒരാളും മനസ്സ് കാണിക്കുന്നില്ല. വളരെ വിരള ആൾക്കാരാണ് ഒരു വണ്ടി എടുത്തു എന്ന് പറഞ്ഞാൽ. ഈ ഇടയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് കണ്ട ഒരു ചേട്ടൻ വന്നിട്ട് SX4 എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമായി അത് കേട്ടതിൽ. എന്ന് പറയുന്ന പോലെ നിങ്ങളെല്ലാവരും വണ്ടി എടുക്കണം. വണ്ടി എടുക്കുമ്പോൾ നമ്മളെ ചാനലിൽ വന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അത് എനിക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.